ഹലോ മച്ചാരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ മണ്ടിയിൽ. അപ്പോൾ നമ്മൾ ടണൽ നമ്പർ 6 ആണ് ഇപ്പോൾ കാണുന്നത്. ടണൽ നമ്പർ 6 കഴിഞ്ഞ് നമ്മൾ പോകണ വഴിക്ക് ഇന്നലെ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി പോകാനായിട്ടുള്ള അങ്ങോട്ടേക്കാണ് ടണൽ നമ്പർ 7 ഒക്കെ കയറി. അങ്ങനെ നമ്മൾ രാവിലെ ടെൻ്റ് അടിച്ച് പുറത്തോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ച ഇത് നോക്കി. നമ്മുടെ ടെൻറ്റ് ഫുള്ള് ഐസ് പിടിച്ചിരിക്കണാണ്. ഇപ്പോൾ അത് അകത്തൊക്കെ നമ്മൾ കുടഞ്ഞപ്പോഴേക്ക് ഐസ് അത്ര തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ -5, -6 ഇവിടെ. നല്ല എന്താ പറയണ്ടെന്ന് അറിയാൻ പാടില്ല, ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ രാവിലെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ വെയിൽ വരൂല എന്നാണ് പറഞ്ഞത് ഈ ഭാഗത്ത്. അപ്പോൾ ഇവിടെ ഫുൾ ടൈം വെയിൽ വരൂല എന്ന് പറഞ്ഞാൽ വെട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സൂര്യൻ ആ വഴി ഇങ്ങനെയാണ് പോണത്. അപ്പോൾ നമ്മളോട് പറഞ്ഞ് പാക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ ടണലിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നിനക്ക് ചൂടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ്. അതേ കണ്ടോ, നമ്മുടെ ഗ്ലൗസിലും എല്ലായിടത്തും ഐസായിട്ടുണ്ട്. ഇതേ കുട്ടൂസനാണ്, കുട്ടൂസനും ഐസ് പിടിച്ചിരിക്കണാണ്. അങ്ങനെ നമ്മളിപ്പോൾ താഴെയാണ് ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മളിപ്പോൾ അൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോ ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്രോ നമ്മളെ വന്ന് പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ ബ്രോൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വന്നേക്കണാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ വീടൊക്കെ കാണാനും വീടിൻ്റെ ചുറ്റുപാടൊക്കെ കാണാനായിട്ട്. അപ്പോൾ രാവിലെ നമ്മൾ ടെൻറ്റ് പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴാണ് ബ്രോ ഒന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ട് അന്നാണ് ഈ മേളിലേക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചിട്ട് വന്നാണ്. നമ്മൾ ടെൻറ്റ് പാക്ക് ചെയ്തിട്ടൊന്നുമില്ല, ടെൻറ്റ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ബ്രോൻ്റെ ഇപ്പോൾ മേളിലേക്ക് കയറി വന്ന് കാഴ്ചയൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് താഴെയെല്ലാം കണ്ട് താഴെയെല്ലാം ഈ ഐസാണ് വീണ് നടക്കണേ. നമ്മളിപ്പോൾ ബൈസവിൻ്റെ ഒപ്പം വീട്ടിൽ വന്നിട്ട് വീട്ടിലെ പുറത്തത്തെ ഒരു കിച്ചൺ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ചായയൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. അപ്പം വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ വന്നിട്ട് നമ്മളെ വിളിച്ചിപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുവന്നാണ്. അപ്പോൾ അതേ തണുപ്പായ കൊണ്ടിട്ട് നമ്മളിപ്പോൾ അടുപ്പിൻ്റെ ചുട്ടിൽ വന്നിട്ട് തീ കാഞ്ഞിട്ടിരിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ നമ്മളിപ്പോൾ കുട്ടൂസിനെയൊക്കെ പാക്ക് ചെയ്ത് ഇപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മൾ ഇന്നലെ വിളിച്ചിവിടെ നിർത്തിയിട്ടുണ്ടായ അങ്കുഷ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പാച്ചൻ്റെ കോഫി ഷോപ്പാട്ടോ. അപ്പോൾ വളരെ നല്ല ചേട്ടനൊക്കെ തന്നെയാണ്. അപ്പോൾ രാവിലെ നമ്മളിപ്പോൾ മേളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ടായില്ല. അവിടെ ചായ കുടിക്കാനൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഈ ചേട്ടൻ്റെ അനിയൻ നമ്മളെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പോയത്. അപ്പോൾ ഈ ചേട്ടൻ്റെ വീടും അത് തന്നെയാണ്. അപ്പോൾ നല്ല രസമുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. വീട്ടിലാണെങ്കിൽ വീട്ടിലിപ്പോൾ ഇവിടുന്ന് കയറി പോകുമ്പോൾ ആ ഭാഗത്ത് നല്ല രസമുണ്ട് വീട് കാണാൻ. അതുപോലെ തന്നെ അപ്പോൾ ഈ ചേട്ടൻ്റെ മമ്മിയൊക്കെ നമ്മളോടൊക്കെ പരിചയപ്പെട്ട് കുറേ യാത്രേനെ കുറിച്ചൊക്കെ സംസാരിച്ച്. അതുപോലെ തന്നെ മമ്മി പണ്ട് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ നമ്മുടെ കേരളം വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കുറേ കഥയൊക്കെ പറഞ്ഞായിരുന്നു രാവിലെ. വളരെ അടിപൊളി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പാക്കെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ കഷ്ടപ്പെട്ടാണ് പാക്ക് ചെയ്തത്. കാരണം കൈ ഫുള്ള് മരവിച്ച് പോയി, ഈ ഐസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വന്നിട്ട് ഒരു കണക്കിന് പെട്ടെന്ന് നമ്മൾ കുട്ടൂസനെ പാക്ക് ചെയ്ത് ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ബായിസാബ് നമുക്ക് തീ കായാൻ വേണ്ടിയിട്ട് വിറകെല്ലാം വെട്ടി തീ കത്തിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് നേരം ചൂടൊക്കെ കൊണ്ടിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടുന്ന് തന്നെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ യാത്ര തുടങ്ങണം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തിട്ട് എന്ത് നേടിയെന്ന് ചോദിക്കണ കുറേ ആൾക്കാരുകളുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ നല്ല സൗഹൃദങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. എനിക്കിനിപ്പോൾ ഏത് സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സ്വന്തക്കാരെന്ന് പറയുന്ന രീതിയിൽ തന്നെയുള്ള അപ്പോൾ നമുക്ക് കുറേ നല്ല സുഹൃത്ത് ബന്ധങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കണം. അപ്പോൾ നമ്മൾ ഏത് സമയത്ത് ഇവിടെ വന്നാലും നമ്മളെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു വീടും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മുടെ യാത്രേൻ്റെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാലും. നമ്മൾ എന്തോരം പൈസ ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം പൈസയും കൊണ്ടൊന്നും നേടാൻ പറ്റാത്തത് പലതും നമ്മൾ ഈ യാത്രയിലൂടെ നേടുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മുടെ യാത്രയിലെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ അടുത്തൊരുത്തൻ രാവിലെ വന്നാണ്, രാവിലെ തൊട്ട് നമ്മളോട് കമ്പനി ആയതാണ്. ഡാ കണ്ടാ എടാ മോനെ ബാ കണ്ട, ഇതാണ് സ്നേഹം അടുത്തതെന്ന് പറഞ്ഞാൽ. നമ്മുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇതുപോലെയുള്ള സ്നേഹങ്ങളാണ്. നമ്മളെ മനസ്സിലാക്കി ഇഷ്ടപ്പെടുന്ന കുറേ ജീവജാലങ്ങളും അതുപോലെ തന്നെ കുറേ നല്ല മനുഷ്യരും. അങ്ങനെ നമ്മുടെ വയസ്സാവുണ്ടല്ലോ, നമ്മളിപ്പോൾ രാവിലെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി നേരത്തെ നമ്മളോട് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാന്ന് പറഞ്ഞു. ट्रेडिशनल डिश यहाँ हिमाचल प्रदेश का आप भी खाएं और कोई और आए तो उनको भी बोलें कि यहाँ टनल नंबर 6 के पास जो है सिद्धू मिलते हैं. सिद्धू कुछ कॉफी शॉप ഓല ട്രഡീഷണൽ ഹിമാചൽ ഡിഷ്. हिमाचली ओनली. അപ്പോൾ ഹിമാചൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് സിദ്ധു എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അത് കഴിച്ചിട്ട് പോയാൽ steam inside with the dry fruits and this chutney is 2 dry fruits. And green chutney with organic like kadi patta and tej patta and coriander seeds
and other ingredients in this chutney. Okay. Yeah, this all is Very organic healthy and and- all healthy for your health. Thank you, thank you. Traditional dish Siddu. It is Appo called valare- as momos ke papa too. Oh. We called him momos ke papa Siddu. അപ്പോൾ വളരെ അടിപൊളിയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളും നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരാണെങ്കിലും വളരെ അടിപൊളിയാണ്. And this filled with क्या बोलते हैं इसको, अखरोट और उड़द की दाल. അപ്പോൾ ഇതാണ് കേട്ടോ, നമുക്ക് എന്തായാലും നടുക്കുന്ന തന്നെ എടുത്ത് വെച്ചു. You can now check this. How is it? അടിപൊളി സാധനം കേട്ടോ, സ്പൈസ് ഒരു പ്രത്യേക ടേസ്റ്റ്. This man too. അങ്ങനെ നമ്മൾ കുട്ടൂസനായിട്ട് ഇപ്പോൾ ഇറങ്ങി പോകാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഭായ് സാബിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാം. അപ്പോൾ ഭായ് സാബ് താങ്ക് യു. സി യു നെക്സ്റ്റ് ബാർ വാപ്പസ്. ഓക്കെ ബൈ, സി യു. അപ്പോൾ ഇനി നമ്മൾ നേരെ പോണ ടണൽ നമ്പർ 7ലേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇനി ഉന്തി പോയിട്ട് ഒന്ന് അവിടെ നിന്ന് വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് 10 മണി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഭാഗത്ത് മാത്രം വെയിൽ വന്നേക്കണേ. അപ്പോൾ അടുത്ത നമ്മളിവിടെ ഉണ്ടായ എല്ലാവരോടും പരിചയപ്പെട്ടിട്ടുണ്ടായിട്ടോ. അപ്പോൾ എല്ലാവരും വളരെ അടിപൊളിയായിരുന്നു. അപ്പോൾ ബൈ, സി യു. വാപ്പസ് ആയേഗ മിലേഗ. താങ്ക് യു. ആ വാപ്പസ് ആയേഗ ഷുവർ. അപ്പോൾ നമ്മളോട് എന്തായാലും തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു ദിവസം നിൽക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് എല്ലാവരും. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചു തന്നെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചെക്കനുണ്ട് കേട്ടോ. ഡാ ബൈ. അങ്ങനെ നമ്മൾ അടുത്ത ടണലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ടണൽ നമ്പർ 7 ആണ്. അപ്പോൾ ഇനി 7 കഴിഞ്ഞാൽ 8, 9, 10, 11 ഇപ്പം 4 ടണലും കൂടി ഉണ്ട് കേട്ടോ. ഇതെല്ലാം ചെറിയ ടണലുകളാണ്. 400 മീറ്റർ 300 മീറ്റർ അങ്ങനെയൊക്കെയാണ് വന്നിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ലാസ്റ്റത്തെ 2 ടണൽ ഭയങ്കര വലിയ ടണലാണെന്നാണ് പറഞ്ഞത്. 3 കിലോമീറ്ററൊക്കെ ഉള്ള ടണൽ ഉണ്ട്. നല്ല രസമുണ്ട് ടണലിലൂടെ യാത്ര ചെയ്യാനായിട്ട്. ഇപ്പോൾ 2 വേ ഓപ്പൺ ആക്കിയ ടണലാണെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ വണ്ടികളൊന്നും പേടിക്കാനൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ടണലിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ടണലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇപ്പോൾ നല്ലോണം കൈയൊക്കെ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കണതാണ്. അങ്ങനെ ടണൽ ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് എത്തിയപ്പോഴേക്കും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ആശ്വാസമായിരിക്കും ഇനി വെയിലത്തേക്ക് പോകാൻ നേരത്ത്. ഞാനും കുട്ടൂസനും കൂടി ഇപ്പോൾ അതേ പോയിക്കൊണ്ടിരിക്കാൻ നേരത്തുണ്ടല്ലോ 2 മലയാളി മച്ചാന്മാർ ഇവിടെ ഇച്ചയ്ക്ക് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇവരിവിടെ അടുത്ത ലിഫ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുമ്പോഴാണ് നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ട്, നമുക്ക് ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മലയാളികളാണ്. നമുക്ക് നേരെ വന്നിപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ബ്രോന്റെ പേരെന്തായാലും ഇർഷാദ്, പാലക്കാട് തന്നെ. പാലക്കാട്. ബ്രോന്റെ പേരെങ്ങനെയാണ്? സാജിർ, പാലക്കാട് തന്നെ. അപ്പോൾ ബ്രോ ഒരു സൈക്ലിസ്റ്റ് ഒക്കെ ഉണ്ട്. ബ്രോ നേരത്തെ ഒരു സൈക്ലിംഗ് ഒക്കെ ചെയ്ത് കാശ്മീരൊക്കെ പോയി തിരിച്ചു വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണ്. അവരിപ്പോൾ നേരെ കിർഗംഗിലേക്കാണ്, നമ്മൾ നേരെ മണാലിയിലേക്കും. അങ്ങനെ നമ്മളിപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഹിമാചലിലെ ബിയാസ് എന്ന് പറഞ്ഞ റിവറാണ്. ബിയാസ് റിവറാണ്. അപ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിയാണെങ്കിലും പണി നടക്കണോണ്ട് എല്ലാ വണ്ടികളും 1 വേയിലൂടെ ഉണ്ടോ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡാമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അവിടെ ആയിട്ട് ഒരു ഷട്ടറൊക്കെ കാണാം. അപ്പോൾ അവിടെ നിന്ന് താഴത്തേക്ക് വെള്ളം കുത്തനെ നല്ല താഴ്ചയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഷട്ടർ വഴി കുത്തനെ ഓപ്പൺ ആക്കിയിട്ട് നേരെ ഒരു ടണൽ വഴി നമ്മൾ ഇന്നലെ വന്നപ്പോൾ കണ്ട സുന്ദർ നഗർ ലേക്കൊക്കെ കണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് വെള്ളം വിടുന്നത്. എന്നിട്ട് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് വിട്ടിട്ട് അവിടെയാണ് ഇവിടെ ഹിമാചലിലെ വൈദ്യുതി നിലയം. അവിടെ നിന്നാണ് കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നല്ലൊരു രസമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഷട്ടറിൻ്റെ അവിടെ നമുക്ക് വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല, അവിടെ പ്രോഹിബിറ്റഡ് ഏരിയയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് വരാൻ നേരത്ത് മലയാളിയായിട്ടുള്ള ഒരു ആർമി സാറിനെ കണ്ടായിരുന്നു. അപ്പോൾ സാറാണ് നമ്മളോട് ഈ കാര്യമൊക്കെ പറഞ്ഞത്. എന്നിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് മുകളിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഇപ്പോൾ സമയം വൈകുന്നേരം 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് 2021 സൈക്കിൾ ചെയ്ത് ലഡാക്കിൽ നിന്ന് തിരിച്ച് മണാലിയിൽ നിന്ന്
നമ്മൾ ഇറങ്ങിയതൊക്കെ ഈ വഴിയിലൂടെ ഉണ്ട്. അപ്പോൾ ഈ വഴി പോകാൻ നേരത്ത് പണ്ടത്തെ മെമ്മറീസൊക്കെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. നല്ല രസമുണ്ട് ഇപ്പോൾ പോകാനായിട്ട്. അതുപോലെ തന്നെ തണുപ്പുണ്ട്. ഇപ്പോൾ പുതിയ പുതിയ ടണലും പുതിയ കുറേ പ്രൊജക്റ്റുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വേറൊരു ടണലാണ്. അവിടുത്തെ വണ്ടികളൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ നിന്ന് ഉള്ളു വഴി അടുത്ത ടണലിലേക്കാണ്. അപ്പോൾ നല്ല രസമുണ്ട് കാഴ്ചകളാണ്. നമുക്ക് പോകാനായിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് പോയിട്ട് റൈറ്റിലേക്ക് താഴത്തേക്കൊരു വഴിയുണ്ട്. ആ വഴിയാണ് നമുക്ക് പോകാനായിട്ടുള്ളത്. അങ്ങനെ നമുക്ക് പോകാനായിട്ടുണ്ട്. അത് ഈ ടണൽ വഴി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടണൽ എന്ന് പറഞ്ഞാൽ ടണൽ നമ്പർ 11 ആണ്. അപ്പോൾ നമ്മൾ 7ാമത്തെ ടണൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് 8, 9, 10 3 ടണൽ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടില്ല. ഇവിടെ എല്ലാം പണിയണേ കാണാൻ വേണ്ടി പറ്റും. അത് കുറച്ച് ആൾ കഴിയുമ്പോൾ ഇവിടെ ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ നമ്മൾ 7 ടണൽ കഴിഞ്ഞ് 3 ടണൽ ഇപ്പോൾ പണി അടക്കണേണ്. ഇപ്പോൾ ഇത് 11ാമത്തെ ടണൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുട്ടൂസനെ അവിടെ വെച്ചിട്ട് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടോ, നല്ല രസമുള്ള കാഴ്ച കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു ടണലാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൺ സൈഡിൽ കൂടിയാണ് 2 വണ്ടികൾ വരുന്നത്. അങ്ങനത്തെ കൂടി അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ സൈക്കിളൊക്കെ ചോട്ടി പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിപ്പോൾ അപ്പുറത്തെ സൈഡും കൂടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ടണലിലൂടെ പോകാനായിട്ട്. ഇതും നല്ല ദൂരം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം 1.5 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇത് ഏകദേശം 4 കിലോമീറ്റർ അടുത്തുണ്ട്. 3 പോയിൻറ്റ് ഇത് ഏകദേശം 4 കിലോമീറ്റർ അടുത്തുള്ള ഒരു ടണലാണ്. അങ്ങനെ ഇതിപ്പോൾ ടണൽ നമ്പർ 12 കേട്ടോ. ആ ടണലിൻ്റെ തീർന്നപ്പോൾ തന്നെ അടുത്ത മലയിൽ പകുതി വെച്ച് തന്നെ കട്ട് ചെയ്തിട്ട് അടുത്ത ടണലാണ്. ടണൽ നമ്പർ 12 ആണിത്. ഇപ്പോൾ മണാലിയിലേക്ക് ഒരു ടണൽ കയറിയുള്ള യാത്ര പോലെ ഇപ്പോൾ 2 ദിവസമായിട്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഫുള്ള് ടണലൊക്കെ കയറി ഇറങ്ങി അങ്ങനെ 12ാമത്തെ ടണലെത്തി. അങ്ങനെ നമ്മളിപ്പോൾ അടുത്തൊരു ടണലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ടണലിൻ്റെ പേരൊന്നും എഴുതി വെച്ചിട്ടുണ്ടായില്ല. അതുപോലെ തന്നെ പഴയ ടണലാണ്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടു. ഉള്ളിൽ നമ്മൾ സ്കാരി ഹിൽസിലേക്ക് കയറുന്ന ഫീലാണ് ഈ ടണലിൽ കയറാനായിട്ട്. നല്ല രസമുണ്ട്. അപ്പോൾ ഈ ടണലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇത്രയും കയറിയ ടണലുകളിൽ ഏറ്റവും വലിയ ടണൽ ഇതാണ് ഇപ്പോൾ കയറിയത്. അപ്പോൾ ഇപ്പോൾ കയറി വന്ന ടണലുകൾ വെച്ചിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഈ ടണലിന് അത്യാവശ്യം നല്ല നീളമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിർത്താൻ പറ്റില്ല. നമുക്ക് എന്തായാലും പുറത്തിറങ്ങിയിട്ട് ടണലിൻ്റെ ലെങ്ത്ത് എന്തോരമാണെന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എല്ലാ ടണലിലും പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ ടണലിൽ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ ഏകദേശം ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ വിന്തർ എത്താറായപ്പോഴേക്കും ഇവിടെ ഇരുട്ടായിട്ട്, അത് മാത്രമല്ല നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മളിന്ന് എന്തായാലും പുറത്ത് ക്യാമ്പ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ചെറിയ പൈസക്കുള്ള റൂം കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് ഇപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോഴേക്കും ഇവിടുന്ന് നമുക്ക് ഇവിടെ പരിചയപ്പെട്ട ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് നമ്മൾ ഇവിടുത്തെ റൂംസ് ഉണ്ട് ഇവിടെ പോയി നീ സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുത്തെ റൂമിൻ്റെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇതാണ് സ്പേസ് റൂമിൻ്റെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ നമ്മുടെ കുട്ടൂസിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മളോട് ഇന്ന് പൈസ ഒന്നും മേടിച്ചില്ല കേട്ടോ. ഇന്ന് ഫ്രീ ആയിട്ടാണ് ഇവിടെ സ്റ്റേ ചെയ്തേക്കണം. അപ്പോൾ അതായത് നമ്മുടെ കുട്ടൂസിനെ അകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടൂസിൻ്റെ ലഗേജ് ഒന്നും അഴിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൂമിൽ നിൽക്കണോണ്ടിട്ട് അവിടെ കിടക്കാനായിട്ടുള്ള ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി സാധനങ്ങളൊന്നും അഴിക്കാണ്ട് രാവിലെ തന്നെ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ആൾക്കാരെ തന്നെ ഉണ്ട് നമ്മൾ ഓരോ ദിവസവും പരിചയപ്പെട്ട് യാത്രയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് നിൽക്കാൻ വേണ്ടി തന്ന റൂമും കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു സ്ഥലത്ത് തന്നെയുണ്ട് നമ്മളെത്തി. ഇവിടെ അത്യാവശ്യം നല്ല കുറേ റൂമുകളുണ്ട് ഇപ്പോൾ മുകളിലൊക്കെ ഇട്ട്. ഞാൻ പറഞ്ഞു തൽക്കാലത്തേക്ക് എനിക്കൊന്ന് നിൽക്കാനായിട്ട് ചെറിയ പൈസക്കുള്ള ഏതെങ്കിലും റൂം തന്നാൽ മതി, ഡോർമെറ്ററി ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ടാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. ഇവിടുത്തെ പൈസ പറഞ്ഞ റൂം വരാം. അപ്പോൾ ഞാൻ റൂമെല്ലാം കാണിച്ചെല്ലാം തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോഴേക്കും
പൈസ പറഞ്ഞു പൈസ ഒന്നും വേണ്ട, നീ ഇതേപോലെ യാത്ര ചെയ്യണല്ലേ. നമ്മുടെ യാത്രേനെ കുറേ അഭിനന്ദനമൊക്കെ ചെയ്ത്. അപ്പോൾ നമ്മളെ വളരെ സന്തോഷമാണ് ഇതേപോലെയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ എത്താൻ നേരത്ത്. അപ്പോൾ ഇതാണ്ട് നമുക്ക് ഇന്ന് നിൽക്കാൻ വേണ്ടി തന്നേക്കണ റൂം. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളി റൂമൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങണം. നാളെ നേരത്തെ എഴുന്നേറ്റിട്ട് യാത്ര ഇവിടുന്ന് തുടങ്ങി വൈകുന്നേരം നമ്മൾ എന്തായാലും മണാലിയിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്തിപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ റൂമാണെങ്കിലും ടോയ്ലറ്റും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല വൃത്തിയൊക്കെയുള്ള ടോയ്ലറ്റൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ന് വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മൾ ഇന്നും എത്തിപ്പെട്ടത്. അപ്പോൾ നമ്മുടെ യാത്രയിൽ എല്ലാ ദിവസവും നമ്മൾ എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല കുറേ ആൾക്കാരുടെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര വളരെ അടിപൊളിയായിട്ടാണ് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്.